ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ് കാണാൻ സാധിക്കാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും വീഡിയോയുടെ. ആ ലിങ്ക് എടുത്താൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൈക്രോസ്കോപ്പിനെ പറ്റിയും അതിൻ്റെ പാർട്സിനെ പറ്റിയും അതിൻ്റെ പ്രകാശ ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഭാഗമാണ് ഡിസ്കവറിങ് ദ സെൽ, അല്ലെങ്കിൽ നമ്മൾ കോശത്തെ കണ്ടെത്തുന്നു. നമ്മൾ പറയും പോലെ ചെറിയ ഒരു മൈക്രോസ്കോപ്പ്, ഒരു ലളിതമായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് നമ്മുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് കോർക്കിൻ്റെ ഛേദം, അതായത് പണ്ട് കഷായ കുപ്പികളൊക്കെ അടയ്ക്കുന്ന ആ കോർക്കിനെ നടുവേ മുറിച്ചിട്ട് ആ കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. തേനീച്ചക്കൂട് പോലെയുള്ള ചെറിയ അറകളായിട്ടാണ് അദ്ദേഹം അവിടെ ആ കോർക്കിൻ്റെ അനുച്ഛേദം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെയുള്ള ആ തേനീച്ചക്കൂടുകൾ പോലുള്ള ചെറിയ അറകളെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? സെല്ലെന്ന് വിളിച്ചു, അല്ലെങ്കിൽ കോശമെന്ന് വിളിച്ചു. Robert Hooke was first scientist who observed cells with the help of a simple microscope. He observed the section of a cork through a microscope and called the tiny chambers seen in the section called cell. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. സ്വയം വിഭജിക്കാൻ കഴിവുള്ളവയുമാണ് ഈ കോശങ്ങൾ. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, സെൽ ബയോളജി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓരോ കോശത്തെയും പൊതിഞ്ഞിട്ട് ഒരു കോശസ്തരവും. സ്റ്റഡി ഓഫ് സെൽസ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് nowadays. It is known as cell biology or cytology. Remarkable findings that paved way for the development of cell biology were made in the middle of 19th century. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ ശാസ്ത്രശാഖയാണല്ലോ കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. അതിന് അടിത്തറ പാകിയിട്ടുള്ള ശ്രദ്ധേയമായ കുറേ കണ്ടെത്തലുകൾ നടന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിലാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോശത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ശരീരത്തിലെ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികളെന്ന് നമ്മൾ പറയും. ബാക്ടീരിയയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നിലധികം കോശങ്ങളുള്ളവയെ ബഹുകോശ ജീവികളെന്നും പറയും. അതിൽ ഏകകോശ ജീവികളിൽ പെടുന്നത് ബാക്ടീരിയയൊക്കെ ആണെങ്കിൽ ബഹുകോശ ജീവികളിൽ പെടുന്നത് ജന്തുക്കളാണ്. കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് കോശമർമ്മം എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്. അത് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. M.J. Sheldon found out the body of a plant is made up of cells. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് M.J. ഷീൽഡൻ കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തിയത് 1831 M.J. ഷീൽഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1838. Theodore Shand found out the body of an animal is made up of cells. തിയോഡോർ ഷാൻ കണ്ടെത്തി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. 1839 തിയോഡോർ ഷാൻ്റെ ഈ കണ്ടെത്തൽ. അതിൻ്റെ തൊട്ട് അടുത്ത പടിയായി റുഡോൾഫ് വിർഷോ observed dividing cells and inferred that the new cell arises only from existing cells. റുഡോൾഫ് വിർഷോ കണ്ടെത്തിയത് വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചപ്പോൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. അത് 1858. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു. കോശവിജ്ഞാന ചരിത്രത്തിലെ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ സെൽ ബയോളജിയിൽ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ന്യൂക്ലിയസ്. M.J. Sheldon found out that the body of a plant is made up of cells. Theodore Shand found out the body of an animal is made up of cells.
Rudolf Virchow observed dividing cells and inferred that new cells arise only from existing cells. റോബർട്ട് ബോൺ ന്യൂക്ലിയസ് കണ്ടെത്തിയ വർഷം 1831. എം ജെ ഷീൽഡൻ 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. തിയോഡോഷാൻ ആനിമൽ ബോഡി കോശങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് 1839 കണ്ടെത്തിയത്. റുഡോൾഫ് വിർഷോ observed to dividing cells and inferred the new cells arise only from the existing cells എന്ന് കണ്ടെത്തിയത് 1858. ഈ ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം കണ്ടെത്തലുകളുടെ എല്ലാ സാരാംശങ്ങളും ഉൾച്ചേർത്തുകൊണ്ട് ഷീൽഡനും തിയോഡോഷാനും ചേർന്ന് രൂപമെടുത്ത സിദ്ധാന്തങ്ങൾ, അതായത് അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് അവർ ഒരു കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും മുഖ്യമായ ആശയങ്ങളോട് കൂടിയാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വന്നത്. The cell theory was formulated by M.J. Sheldon and Theodorshan, summarizing the findings of various scientists. It's put forward two main concepts. The body of all organism is made up of cells. Second one is cells are the structural and functional units of organism. അതായത് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഷീൽഡനും തിയോഡോഷാനും ചേർന്ന് ആവിഷ്കരിച്ച എല്ലാ തിയറികളും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത്. അത് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സെൽ തിയറിയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. രണ്ടാമതായി, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. The body of all organism is made up of cell. Second one is cells are the structural and functional unit of organism. What are the functions performed by cells? Observe the illustration. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെ ജീവധർമ്മങ്ങളായിരിക്കും കോശങ്ങൾ നിർവഹിക്കുന്നതെന്ന് നമ്മുടെ ചിത്രീകരണം നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫങ്ഷൻസ് ഓഫ് സെൽസ്: റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക. രണ്ടാമതായിട്ട്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കുക. പിന്നീട് സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, എല്ലാ പ്രോട്ടീൻസും ഉണ്ടാവും. അതിനെയെല്ലാം ന്യൂട്രിയൻസിനെ എല്ലാം എന്ത് ചെയ്യും? റിലീസ് ചെയ്യാനായിട്ട് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ജൈവ തന്മാത്രകൾ, ബയോമോളിക്യൂൾസ്, സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസിനെ നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോശങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത്. സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, നമ്മുടെ ശരീരത്തിലെത്തുന്ന പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, അതിൻ്റെ എല്ലാ സിന്തസിസ് കോശങ്ങൾ നിർവഹിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ തക്ക സങ്കീർണമാണ് നമ്മുടെ കോശത്തിൻ്റെ ഘടന. അപ്പോൾ ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായിട്ട് കോശത്തിനുള്ളിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് സസ്യകോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ദ സെൽ ഈസ് കോംപ്ലക്സ് ഇനഫ് ടു പെർഫോം ഓൾ ദീസ് ഫങ്ഷൻസ്. ദെയർ ആർ സ്പെസിഫിക് പാർട്സ് ടു പെർഫോം ഈച്ച് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇൻസൈഡ് ദ സെൽ. ഒബ്സർവ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് സെൽ. നമുക്ക് പ്ലാന്റ് സെല്ലിൻ്റെ വിവിധ പാർട്ടുകളെക്കുറിച്ച് ഇനി പഠിക്കാനുള്ളൂ. നമുക്ക് സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സസ്യകോശം അല്ലെങ്കിൽ പ്ലാന്റ് സെല്ല് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ പിക്ചർ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ അത് ക്ലിയർ ആയിട്ടുണ്ട്, നന്നായിട്ട്. വേറൊരു പിക്ചർ നമുക്ക് കാണേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് സസ്യകോശം, പ്ലാന്റ് സെൽ. അതിൽ
മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഒരു റൗണ്ട് ഷേപ്പിൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ മർമ്മം കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് ഇതായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സെൽ മെമ്മറൈൻ അല്ലെങ്കിൽ കോശസ്തരം സെൽ മെമ്മറൈൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു റോഡ് ഷേപ്പിൽ കിടക്കുന്ന ആ റോഡ് ഷേപ്ഡ് ആകൃതി, അതായത് ഈ ട്യൂബ് പോലെയുള്ള ആകൃതിയിലുള്ള റൈബോസോംസ് കാണാൻ പറ്റും. ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് റൈബോസോംസ് കാണാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം റോഡ് ഷേപ്പിൽ ജാലികയായിട്ട് അല്ലെങ്കിൽ അടുക്കടുക്കായിട്ട് കാണാൻ പറ്റുന്ന അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നത്. പിന്നെ ആ സസ്യത്തിൻ്റെ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ആ ലിക്വിഡ് പോലത്തെ വസ്തുവിന് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയും. പിന്നെ ആ ഗ്രീനിഷ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ വസ്തു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം എന്ന് നമ്മൾ വിളിക്കും. ഹരിതകണം ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു വസ്തുവാണ് അല്ലെ ഹരിതകണം. ഇനി അടുത്തതായിട്ട് ഇപ്പുറത്തെ വശത്ത് നോക്കിയാൽ നമുക്ക് സെൽ വോൾ കോശഭിത്തി കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ്വർക്ക് പോലെയുള്ള ഒരു റൗണ്ട് ഓവൽ ഷേപ്പിലുള്ള മൈറ്റോകോൺട്രിയോൺ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ വലിയ രീതിയിൽ ഒരു ഫേനം അല്ലെങ്കിൽ വാക്യൂൾ കാണാൻ സാധിക്കും. പിന്നെ ഒരു അടുക്കടുക്കായിട്ടുള്ള റോഡ് ഷേപ്പിൽ അടുക്കടുക്കായിട്ട് വച്ചിരിക്കുന്ന ഒരു ഗോൾജി കോംപ്ലക്സും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് സസ്യകോശത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലുള്ളത്. ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്. മർമ്മം എന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറിൽ അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇതിനെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണപ്പെടുന്ന പാട പോലെയുള്ള ആ വസ്തുവിനെ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ചെറിയ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ റൈബോസോം എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു ജാലിക പോലെ കാണപ്പെടുന്ന ഒരു ട്യൂബ്ലെസ് ഷേപ്പിൽ ജാലിക പോലെ കാണപ്പെടുന്ന അതിനെ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയും. അതിന് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഫ്ലൂയിഡ് ലൈക്ക് കോമ്പൗണ്ടിനെ കോശദ്രവ്യം എന്ന് പറയും. പിന്നെ അതിൻ്റെ അടുത്തൊരു ഗ്രീനിഷ് കളറിൽ കാണിച്ചിരിക്കുന്ന ആ വസ്തുവിന് നമ്മൾ ഹരിതകണം എന്നാണ് പറയുക, അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം, കോശഭിത്തി, സെൽ വോള്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്ന അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ആ ഒരു വസ്തുവിന് നമ്മൾ മൈറ്റോകോൺട്രിയോൺ എന്ന് പറയും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പ് അല്ല എന്നാലും ആ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന ആ വസ്തുവിന് നമ്മൾ വാക്യൂൾ എന്ന് പറയും. പിന്നെ അതിൻ്റെ അടുത്ത് അടുക്കി വെച്ചിരിക്കുന്ന നീളത്തിലുള്ള ട്യൂബ് പോലുള്ള ഷേപ്പിലുള്ള വേറെ വസ്തു കാണാൻ പറ്റും, അതിന് ഗോൾജി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നു. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പടം നോക്കിയാൽ അറിയാൻ പറ്റും. അത് കൃത്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് അവർ. കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വേറെ ഒരു പുസ്തകം നോക്കാനോ അതിനെപ്പറ്റിയോ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. എല്ലാവരും കണ്ടു ഒന്ന് നോക്കിക്കോ, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ സെൽ വോൾ ആൻഡ് ദ സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ദ ന്യൂക്ലിയസ് എക്സെട്ര. നേരത്തെ തന്നെ നമുക്കത് കേട്ടിട്ടുണ്ട്. നമ്മൾ കോശഭിത്തി, കോശസ്തരം, പ്ലാസ്മ സ്തരം, കോശദ്രവ്യം, മർമ്മം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്തെല്ലാം ഭാഗങ്ങളാണ് അവിടെ താഴെ പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഭാഗങ്ങളാണ് ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക, ഒരു ടേബിളാക്കി എഴുതാൻ അല്ലെങ്കിൽ പട്ടികയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ അതർ പാർട്സ് യു ഒബ്സർവ്ഡ് ഇൻ ദ ഫിഗർ, ലിസ്റ്റ് ദം. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ലേ? എല്ലാവർക്കും പറയാൻ പറ്റില്ലേ? മൈറ്റോകോൺട്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ്, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, സൈറ്റോപ്ലാസം, ഗോൾജി കോംപ്ലക്സ്, സെൽ വോൾ, അതെല്ലാം നമുക്ക് അതിനകത്ത് അടയാളപ്പെടുത്താൻ പറ്റും. അതിനകത്തൊരു കൺഫ്യൂഷനൊന്നും ആർക്കും ഇല്ലല്ലോ. അതെല്ലാം നമുക്ക് ക്ലിയർ ആക്കി എഴുതാൻ പറ്റും.
ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജീവദ്രവ്യവും കോശദ്രവ്യവും. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് നമ്മൾ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. അതായത് കോശസ്തരത്തിനുള്ള എല്ലാ പദാർത്ഥങ്ങളും ചേർത്തിട്ടാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇതിൽ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം, സൈറ്റോപ്ലാസം. മർമ്മം ഒഴികെയുള്ള ഭാഗത്തെയാണ് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ്. All factors required for life activities are present in the cytoplasm. എല്ലാ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് നമ്മൾ കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. അതായത് all factors required for the life activities are present in the cytoplasm. Cell organelles are the specific parts seen into the cytoplasm to perform physiological functions. അതായത് കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർത്ത് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഇനി ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷമായ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. ഇനി ഓരോ കോശാംഗത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ കൂടുതൽ ഓരോ ആളുകളെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ അവരെ പറ്റി വിശദമായിട്ട് പഠിച്ച് നമുക്ക് വീണ്ടും അവരെ കൊണ്ട് കൂടുതൽ അറിയാം. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ പരിചയമാവും നമുക്ക്. ഇനി നമുക്ക് സെല്ലിലുള്ള ഓരോരുത്തരെയും പറ്റി നമുക്കൊന്ന് അറിയാം അല്ലേ. അപ്പോൾ ഓരോരുത്തരെയും പറ്റി കൂടുതൽ അറിയുമ്പോൾ നമുക്ക് അവരുമായിട്ട് കൂടുതൽ പരിചയമാവും. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മുടെ പുസ്തകത്തിലുള്ള ആൾ മൈറ്റോകോൺട്രിയോൺ ആണ്. അപ്പോൾ പവർ ഹൗസ് ഓഫ് ദ സെൽ ഹെൽപ്സ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി abundantly seen in the cells of liver, brain and muscles where energy requirement is high. അതായത് കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി 1857 ആൽബർട്ട് വോൺ കൊളീഗറാണ് ഈ മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത്. ആൽബർട്ട് വോൺ കൊളീഗറാണ് മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത്. ഇനി ഓരോ മൈറ്റോകോൺട്രിയയും പൊതിഞ്ഞ് ഒരു ഇരട്ട സ്ഥലമുണ്ട്. അത് കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. കോശത്തിലെ ഊർജ്ജ നിലയം, സംഭരണ കേന്ദ്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലാണ് അവ കാണപ്പെടുന്നത്. പവർ ഹൗസ് ഓഫ് ദ സെൽ helps in the production of storage of energy abundantly seen into the cells of liver, brain and muscles where energy requirement is high. അപ്പോൾ മൈറ്റോകോൺട്രിയയെ പറ്റി നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞേ? പവർ ഹൗസ് ഓഫ് ദ സെൽ കോശത്തിലെ ഊർജ്ജ നിലയം, ഹെൽപ്സ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. abundantly seen into the cells of liver, brain and muscles where energy requirement is high. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ അല്ലേ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ദ പാസേജ് ഇൻ ദ സെൽ, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അറിയപ്പെടുന്നത്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽസ് ടേക്സ് പ്ലേസ് ത്രൂ ദീസ് ഓർഗനൽസ്. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ഓൾസോ നോൺ ആസ് സൈറ്റോസ്കെലിറ്റൻ ആസ് ഇറ്റ്സ് പ്രൊവൈഡ്സ് firmness and shapes to the cell. The passage in the cell, conduction of material inside the cells takes place through these organelles, also known as cytoskeleton, as it provides firmness and shapes to the cell. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അറിയപ്പെടുന്നു. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടമെന്നും എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അറിയപ്പെടുന്നു. 1945 കെയ്റ്റ് പോർട്ടറാണ്
എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കണ്ടെത്തിയത്. കോശദ്രവ്യത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് ഇത്. പ്രോക്യാരിയോട്ടുകളിലാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കൂടുതൽ കാണപ്പെടുന്നത്. പ്രോക്യാരിയോട്ടുകളിൽ ഇവ കാണപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, കോശത്തിനുള്ള സഞ്ചാരപാതയാണ്. കോശത്തിനുള്ള പദാർത്ഥ സംവഹനം നടക്കുന്ന ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. The passage in the cell, conduction of the materials inside the cell takes place through these organelles, also known as cytoskeleton, as it provides firmness and shapes to the cell. In 1945, Keith Porter discovered endoplasmic reticulum. കെയ്ത്ത് പോർട്ടർ ആണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കണ്ടെത്തിയത് 1945. ഇത് പ്രോക്യാരിയോട്ടുകളിൽ കാണപ്പെടുന്നില്ല. രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിലേക്ക് പോവുക കേട്ടോ. അടുത്തതിലേക്ക് പോവാണ്. റൈബോസോം. അടുത്തതായിട്ട് റൈബോസോമാണ്. '53 ജോർജ് പലേഡാണ് റൈബോസോമുകളെ കണ്ടെത്തിയത്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. യൂക്കാരിയോട്ടിക്, പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഇത്രയാണ് റൈബോസോമിനെ പറ്റി പറയാനുള്ളത്. അതായത് റൈബോസോം എന്ന് പറയുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ, seen either attached to the endoplasmic reticulum or free into the cytoplasm. In 1953, George Palade discovered ribosomes. അപ്പോൾ ഈ 3 ആളുകളെ മനസ്സിലായില്ലേ? കോശാംഗങ്ങളാണ്. ഈ 3 പേരും ആ കോശാംഗങ്ങളാണ്. അവരെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 പേരുടെ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. മൈറ്റോകോൺഡ്രിയൻ കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും ഉപയോഗിക്കുന്നു. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. മൈറ്റോകോൺഡ്രിയൻ is the powerhouse of the cell, helps into the production and storage of energy. Abundantly seen into the cells of liver, brain and muscles where energy requirement is high. In 1857, Albert Kolliker discovered mitochondrium. അടുത്തത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. The passage in the cell, conduction of the materials inside the cells takes place through the organelles, also known as cytoskeleton, as it provides firmness and shapes to the cell. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. In 1945, Keith Porter discovered endoplasmic reticulum. കെയ്ത്ത് പോർട്ടറാണ് ഇത് കണ്ടെത്തിയത്. അടുത്തതായി റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. സെൻറ്റേഴ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ, seen either attached to the endoplasmic reticulum or free in the cytoplasm. In 1953, George Palade discovered ribosome. യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോക്യാരിയോട്ടിക് സെൽസിൽ ഇത് പ്രസൻ്റ് ആയിരിക്കും. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രോക്യാരിയോട്ടുകളിൽ ഇവ കാണപ്പെടുന്നില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തും കൂടെ നമുക്ക് നോക്കാം. ഫേനം അല്ലെങ്കിൽ വാക്യൂൾ.
ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റോർസ് വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് എക്സെട്ര. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഫേനം കണ്ടെത്തിയത് ഫെലിക്സ് ഡുഗാഡ്രീൻ ആണ് ഇൻ 1835. ഇനി അടുത്തതായി ഗോൾജി കോംപ്ലക്സ് ആണ്. കളക്ട് സെൽഫ് സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മോൾ വെസിക്കിൾസ്. സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്ലാനുലാർ സെൽസ്. രാസാഗ്നികൾ ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികളിൽ വെസിക്കിൾസിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഹോർമോൺ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികളിലാക്കുന്നു വെസിക്കിൾസിൽ. ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇൻ 1898 കാമിലോ ഗോൾജിയാണ് ഇത് കണ്ടെത്തിയത്. കാമിലോ ഗോൾജി ഈസ് ഡിസ്കവേർഡ് ബൈ ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച അഞ്ച് കോശാംഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ആ 5 കോശാംഗങ്ങളും എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും? ഓർത്തിരിക്കുന്നുണ്ടോ എല്ലാവരും? അതോ മറന്നോ? ഒന്നുകൂടെ ഒന്ന് പറയണോ? നമ്മൾ ആദ്യം പറഞ്ഞത് മൈറ്റോകോൺട്രിയോൺ ആയിരുന്നു. കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ആയിരത്തി 1857 ആൽബർട്ട് വോൺ കൊല്ലീഗർ ആണ് ഇത് കണ്ടെത്തിയത്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. ഇത് പ്രോക്യാരിയോട്ടുകളിൽ കാണപ്പെടുന്നില്ല. ഇൻ 1945 കെയ്ത്ത് പോർട്ടർ ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. കണ്ടെത്തിയത് കെയ്ത്ത് പോർട്ടർ ആണ്. അടുത്തതായി റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമെന്നാണ് റൈബോസോം അറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോട് ചേർന്ന കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. അടുത്തതായി വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് covered by a characteristic membrane called a tonoplast. Stores water, salt, excretory materials etc. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. അടുത്തതായിട്ട് ഫെലിക്സ് ഡുഗാഡ്രീൻ ആണ് 1835 ഫേനം അല്ലെങ്കിൽ വാക്യൂള് ഡിസ്കവർ ചെയ്തത്. അടുത്തതായി ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികളാക്കുന്നു അല്ലെങ്കിൽ വെസിക്കിൾസ്. കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മോൾ വെസിക്കിൾസ്. സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്രാനുലർ സെൽസ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇൻ 1898 കാമിലോ ഗോൾജിയാണ് ഇത് കണ്ടെത്തിയത്. കാമിലോ ഗോൾജി ഡിസ്കവേർഡ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും താഴെ കാണുന്ന ലിങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.